ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगुणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगुणललिता शिवशाखान्वितंश्च। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते। तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो। हरि ओम तत्सत्। हरे कृष्ण। നമ്മൾ വായിക്കുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, 3-ാമത്തെ അധ്യായം 35-ാമത്തെ ശ്ലോകം മുതൽക്ക്. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാസ്സു അനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാസ്സു അനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. ഹരേ കൃഷ്ണ. വിനോദിനി മാതാജി. ഇല്ലേ? ഗീത മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്രേയാൻ സ്വധർമ്മോ വിഗുണോ പരധർമാസ്വനഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ സാവിത്രി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തെറ്റോടു കൂടിയാണെങ്കിൽ പോലും കേൾക്കാനില്ലേ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. തെറ്റോടു കൂടിയാണെങ്കിൽ പോലും തനിക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ചുമതലകൾ നിറവേറ്റുകയാണ് അന്യരുടെ കർത്തവ്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതിനേക്കാൾ നല്ലത്. സ്വകൃത്യ നിർവഹണത്തിൽ നാശം സംഭവിക്കുന്നതും മറ്റുള്ളവരുടെ കർമ്മം ചെയ്യുന്നതിനേക്കാൾ ശ്രേയസ്കരം തന്നെ. അന്യരുടെ വഴി സ്വീകരിക്കുന്നത് അപത്കരമാണ്. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുക്കുന്നു, ഇറ്റ് ഈസ് ഫാർ ബെറ്റർ ടു ഡിസ്ചാർജ് വൺസ് പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ് even though faultily than another's duties perfectly. Distraction in the course of performing one's own duty is better than engaging in another's duty, for to follow another's path is dangerous. എന്താണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്? അതായത് അവനവന്റെ ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന് അനുസൃതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാണ് നല്ലത്. നമ്മൾക്ക് വെക്കാതെ നമ്മൾ ചെയ്യാൻ അർഹതപ്പെടാത്ത പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ അറിവുണ്ടെങ്കിലും കൂടി അത് ചെയ്യാതിരിക്കുക, അത് അപകടമാണെന്ന് പറയുന്നത്. അതായത് അർജുനൻ ഏത് ഗുണത്തിൽ നിൽക്കുന്ന ആളാണ്? ക്ഷത്രിയനാണല്ലേ. ഏത് ഗുണമാണ്? മോഡ് ഓഫ് പാഷനാണ് കൂടുതൽ. കാരണം ക്ഷത്രിയന്മാർ പാഷനിലാണ്. ബ്രാഹ്മണന്മാരെന്താണ്? ബ്രാഹ്മണന്മാർ ഏത് ഗുണത്തിലാണ്? സത്വഗുണം. ക്ഷത്രിയര് രജോഗുണം. വൈശ്യര് അല്ല, രജോഗുണം തമോ ഗുണവും കൂടെ. രജോഗുണം തമോ ഗുണം. ശൂദ്രര് തമോ ഗുണം അല്ലേ? അപ്പൊ അർജുനൻ പറയാണ്, എനിക്ക് പറ്റില്ല, ഈ യുദ്ധം ചെയ്യാൻ പറ്റില്ല. ഞാൻ ഭിക്ഷ യാചിച്ചിട്ട്
ജീവിച്ചോളാം, എനിക്ക് എൻ്റെ സ്വന്തം ജനങ്ങളെ, സ്വന്തം ബന്ധുക്കളെ വധിക്കാൻ പറ്റില്ല, എനിക്കത് പറ്റില്ല. അർജുനൻ അന്ന് പിന്മാറിയിട്ട് പറയാണ്, ഞാൻ കാട്ടിൽ പോയിട്ട് ഭിക്ഷ യാചിച്ചിട്ട് ജീവിക്കാം. നടക്കുന്ന കാര്യമാണോ? അതിൽ എന്താണ് അപകടം? ഓർ ടു ഫോളോ അനദേഴ്സ് പാത്ത് ഈസ് ഡേഞ്ചറസ്. എന്താണ് അതിൽ അപകടം? വല്ല കുഴപ്പമുണ്ടോ? ഭിക്ഷ അത് യാചിച്ച് ജീവിക്കുന്നത്? അർജുനൻ ക്ഷത്രിയനായോണ്ട് രജോ ഗുണത്തിലുള്ള ആളാണ്. തപസ് ചെയ്യുന്ന സത്വഗുണത്തിലുള്ള ബ്രാഹ്മണന്മാർ യോഗികളുടെ ധർമ്മമാണ്. അല്ലല്ല, ധർമ്മം അതല്ല ഇവിടെ. എന്താണ് ഡേഞ്ചറസ്? ഇവിടെ ഇതിന്റെ ഫോർ ടു ഫോളോ അനദേഴ്സ് പാത്ത് ഈസ് ഡേഞ്ചറസ്. മറ്റുള്ളവരുടെ പാത, അതായത് അവൻ ഏത് ഗുണത്തിലാണോ ആ ഗുണത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാം. നമ്മൾ തമോ ഗുണത്തിലാണെങ്കിൽ രജോ ഗുണത്തിലേക്ക് പോവാം, രജോ ഗുണത്തിൽ നിന്ന് എവിടേക്ക് പോവാം? സത്വഗുണത്തിലേക്ക് പോവാം. പക്ഷെ ആ യോഗ്യതയിൽ എത്തിയാൽ നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല. അല്ലാണ്ട് ആ ഗുണത്തിലെത്താണ്ട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് മറ്റ് ഗുണത്തിൽ ചെയ്യുന്ന ആൾക്കാരുടെ ജോലി ചെയ്താൽ അത് അപകടമാണ്. ഭിക്ഷക്കാരൻ എന്ന് പറഞ്ഞാൽ യാചിച്ച് ജീവിക്കുന്നത്, എല്ലാം റിനൗൺസ് ചെയ്തിട്ട് അവർക്ക് കോപം വരാൻ പാടില്ല, ദേഷ്യം വരാൻ പാടുണ്ടോ? പക്ഷെ അർജുനൻ ഇവിടെ ആ ഗുണത്തിൽ നിന്ന് മാറിയിട്ടില്ല, ആ ഗുണത്തിലാണ്. എന്തെങ്കിലും അനീതി കണ്ടാൽ അദ്ദേഹത്തിന് ഉടനെ ദേഷ്യം വരും. ഒരു യാചിക്കുന്ന ഒരുത്തൻ ചെന്നിട്ട് ഒരു വീട്ടിൽ ചെന്നിട്ട് പറയാ, ഞാൻ എത്ര 15 മിനിറ്റായി നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് എനിക്ക് ഭക്ഷണം തന്നില്ല എന്ന് ചോദിക്കാൻ പറ്റുമോ? യാചിക്കുന്ന ഒരുത്തൻ എപ്പോഴും സബ്മിസീവ് ആയിരിക്കണം, മറ്റുള്ളവരുടെ മേഴ്സിയിലായിരിക്കണം. നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. അർജുനൻ ചിലപ്പം ഗാന്ധീവ് എടുക്കും. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ യാചകനാണോ? ഞാൻ ക്ഷത്രിയനാണ്? അങ്ങനെ പെരുമാറും. ചിലപ്പോ എന്താ അവിടെ കൊലയും നടക്കും, ഇല്ലേ? അപ്പൊ അനീതി കണ്ട് നിൽക്കാൻ പറ്റില്ല. മോഡ് ഓഫ് പാഷനുള്ള ആൾക്കാർക്ക് ദേഷ്യം പെട്ടെന്ന് വരും. അതുകൊണ്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് ക്ലാസ്സിലുള്ള ആ ഒരു കാറ്റഗറിയിലാണ് റൂളേഴ്സ് എല്ലാം ക്ഷത്രിയന്മാരായിരിക്കും. സൃഷ്ടി ഏത് ഗുണത്തിലാണ് സൃഷ്ടി ചെയ്യാൻ പറ്റുക? മോഡ് ഓഫ് പാഷനില്, രജോ ഗുണത്തില്. ബ്രഹ്മാവ് രജോ ഗുണത്തിന്റെ ആണല്ലോ. ശിവൻ ഏതിലാണ്? ഡിസ്ട്രക്ഷൻ. ഏതാണ്? തമോ ഗുണത്തിന്റെ അധിപനാണ്. വിഷ്ണു സത്വഗുണം, മെയിൻ്റനൻസ്, അല്ലെ? അപ്പോ അതാണ് ഇവിടെ പറയുന്നത്. നമ്മളുടെ കാര്യങ്ങള് കുറച്ച് തെറ്റായിട്ട് ചെയ്താലും കുഴപ്പമില്ല, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അത് ചിലപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കാം, പക്ഷെ അതിൽ ഒളിഞ്ഞു കിടക്കുന്ന അപകടം നമ്മൾ കാണുന്നില്ല. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ ഈ ക്ഷത്രിയന്റെ, അതായത് അർജുനന്റെ കാര്യം. അർജുനൻ കാട്ടിൽ പോയിട്ട് ഈ ഭിക്ഷ യാചിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും അനീതി കണ്ടാൽ ഉടനെ ഗാന്ധീവ് എടുത്തു അവരെ ഫിനിഷ് ചെയ്യും. അപ്പൊ അത് നല്ലതാണോ ചീത്തയാണോ? അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ഇറ്റ് ഈസ് ഫാർ ബെറ്റർ ടു ഡിസ്ചാർജ് വൺസ് പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ്. അപ്പൊ അവനവന്റെ ഗുണത്തിനനുസരിച്ചിട്ടുള്ള ഡ്യൂട്ടീസ് ചെയ്യുക. ശൂദ്രൻ സത്വഗുണത്തിലെത്താതെ ആ സത്വഗുണത്തിലുള്ള അത് ചെയ്യാൻ പറ്റില്ല. ബ്രാഹ്മണന്റെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഒരു ബ്രാഹ്മണൻ തമോ ഗുണത്തിൽ ഡ്യൂട്ടി ചെയ്യാൻ പാടില്ല. അവനൻ ഏത് ഗുണത്തിലാണോ സ്ഥിതി ചെയ്യുന്ന ആ ഗുണത്തിലുള്ള ഡ്യൂട്ടിയെ ചെയ്യുക, അതാണ് ബെറ്റർ. അതിൽ പെർഫെക്ഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതിൽ അപകടം, അതിൻ്റെ കോൺസിക്വൻസസ്, പാർശ്വഫലങ്ങൾ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അർജുന, നീ ക്ഷത്രിയാണ്, രജോ ഗുണത്തിലാണ്. ഇപ്പോൾ എന്താണോ തനിക്ക് തന്നിരിക്കുന്ന ഡ്യൂട്ടി ഗുണത്തിനനുസരിച്ച് അത് ചെയ്യാൻ വേണ്ടി പറയുന്നു. വൺ ഷുഡ് therefore discharge his prescribed duties in full Krishna consciousness rather than those prescribed for others. മറ്റുള്ളവരുടെ ഡ്യൂട്ടിയിൽ നമ്മൾ ഇടപെടാതിരിക്കുക. നമ്മളുടെ ഡ്യൂട്ടിയിൽ പെർഫെക്ഷൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അതന്നെ ചെയ്യാം. അതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. മെറ്റീരിയലി പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ് ആർ ഡ്യൂട്ടീസ് എൻജോയിൻഡ് അക്കോർഡിംഗ് ടു വൺ psychophysical condition under the spell of the modes of material nature. ഒരു പുരുഷൻ സ്ത്രീയുടെ ജോലി ചെയ്യാൻ പറ്റില്ല, ഒരു സ്ത്രീക്ക് പുരുഷന്റെ ജോലിയും ചെയ്യാൻ പറ്റില്ല. അവരുടെ സൈക്കോ ഫിസിക്കൽ കണ്ടീഷനും നേച്ചറും
അങ്ങനെയാണ് ഭഗവാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് സമത്വത്തിന്റെ ഇതാണ്. പുരുഷന്മാർ ചെയ്യുന്നതെല്ലാം സ്ത്രീകൾ ചെയ്യും, സ്ത്രീകൾ ചെയ്യുന്നതെല്ലാം പുരുഷന്മാരും ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ എല്ലാം നടക്കില്ല. അപ്പോൾ ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ബോഡി സ്ട്രക്ചർ, സൈക്കോ ഫിസിക്കൽ കണ്ടീഷനും നേച്ചറും നമ്മളുടെ സ്വഭാവവും നമ്മളുടെ ഹാബിറ്റ്സും നമ്മളുടെ ടെമ്പറും ഇതെല്ലാം വ്യത്യാസമുണ്ട് മെയിൽ ഫീമെയിലിന്. So spiritual duties are as ordered by the spiritual master for the transcendental service of Krishna. അപ്പൊ എന്താണോ ഗുരു സാധു ശാസ്ത്ര പറയുന്നത് അത് പ്രകാരം നമ്മൾ ഭഗവാന്റെ സർവീസിൽ ഏർപ്പെടണം. നമുക്ക് എല്ലാ ഡിവോഷൻ സർവീസും എല്ലാറ്റിനും എക്സ്പേർട്ട് ആയിരിക്കില്ല. അപ്പൊ ഗുരുവിനറിയാം തൻ്റെ ഡിസൈപ്പിൾ ഏത് ഫീൽഡിലാണ് എക്സ്പേർട്ട്. അപ്പൊ ഗുരു അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഫീൽഡിൽ സേവനം കൊടുക്കും. But whether material or spiritual, one should stick to his prescribed duties even up to death. നമ്മുടെ ഡ്യൂട്ടീസ്, നമ്മുടെ ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മരണം വരെ അതിൽ ഉറച്ചു നിൽക്കണം. Rather than imitate another's prescribed duties. Duties on this. ഇപ്പൊ അതിന് ഉദാഹരണം നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോ അമ്പലത്തിൽ പൂജാരികളൊക്കെ ആയിട്ട് ഇങ്ങനെ പല വർണ്ണത്തിലുള്ള ആൾക്കാരും പല ഗുണത്തിലുള്ള ആൾക്കാരും വരുന്നുണ്ട്. അവർ റിച്വൽസ് ചെയ്യുമായിരിക്കും, ഇപ്പം വേദങ്ങളൊക്കെ ബൈഹാർട്ട് പഠിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ അതെല്ലാം എവിടുന്ന നാവിൽ നിന്നാണ് വരുന്നത്, ലിപ്സിൽ നിന്നാണ് വരുന്നത്, അല്ലേ? പക്ഷെ ഹൃദയത്തിൽ നിന്ന് വരുന്നില്ല. അവിടെ ആ ഒരു ഫീലിങ്സ് ഇല്ല. ഒരു റിച്വൽ, ഒരു വഴിപാട് കഴിക്കുന്നത് മാത്രം, വിശ്വാസമില്ല, ഭഗവാനിലെ ഫെയ്ത്ത് ഇല്ല. അവിടെ ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു റിച്വൽസ് ആ വേദങ്ങളെല്ലാം കാണാൻ പാഠം പഠിച്ചിട്ട് അത് ചെയ്യുന്നു, അവർ ചെയ്യാൻ പറയുന്ന പോലെ ചെയ്യുന്നു, പക്ഷെ അത് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്ന് വരുന്നില്ല. പിന്നെന്താ കാര്യം? ഉപാസന അത് ഹൃദയത്തിൽ നിന്ന് വരണം, ഭഗവാനെ പ്രീതിപ്പെടുത്തണ്ടേ. കാരണം അവര് ആ ബ്രാഹ്മണന്റെ ക്വാളിഫിക്കേഷൻ ഇല്ല, സത്വഗുണത്തിലല്ല. സത്വഗുണത്തിലുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് ഭഗവാനെ ആരാധിക്കാനുള്ള ആ യോഗ്യതയുള്ളൂ, അറിയാനുള്ള യോഗ്യതയുള്ളൂ. ആ ഉപാസന ഹൃദയത്തിൽ നിന്ന് വരുള്ളൂ. അതായത് യാതൊരു പ്രതിഫലം ഇച്ഛിക്കാണ്ട് ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള ആ ഒരു നമ്മളുടെ സംസ്കാരങ്ങളെല്ലാം മനസ്സിലാക്കി ആ അനുഷ്ഠാനങ്ങളെല്ലാം ചെയ്യാനുള്ള കഴിവ് അവർക്കേ ഉള്ളൂ. അതുകൊണ്ടാണ് ആദ്യം മുതൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബ്രാഹ്മണന്മാരെ നിയുക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ താഴ്ന്ന ലെവലിലെ ആൾക്കാർക്കും പോകാം, പക്ഷെ അതിനുള്ള ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരണം. അറിവ് മാത്രം പോരാ, തിരിച്ചറിവ് വേണം, അല്ലേ? ബുദ്ധി മാത്രം പോരാ, വിവേക ബുദ്ധി വേണം, ഡിസ്ക്രിമിനേറ്ററി പവർ വേണം. അപ്പൊ അതാണ് മറ്റുള്ളവരുടെ ഡ്യൂട്ടീസിൽ നമ്മൾ ആ യോഗ്യത ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഐൻസ്റ്റൈൻ പല സ്ഥലത്തും, അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ, പല സ്ഥലത്തും പല കോളേജിലും യൂണിവേഴ്സിറ്റീസിലും പല ഇൻസ്റ്റിറ്റ്യൂഷനിലും അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന് പോകും. അപ്പോൾ ഈ പ്രഭാഷണത്തിന് പോകുന്ന സമയത്തൊക്കെ ആൾമോസ്റ്റ് സെയിം കണ്ടന്റ്സ് ആണ്, പ്രഭാഷണത്തിന്റെ കണ്ടന്റ്സ് ഒക്കെ സെയിം ആണ്. അപ്പോൾ എപ്പോഴും അദ്ദേഹത്തിന്റെ ഡ്രൈവർ കൂടെ പോകും, അദ്ദേഹത്തിന് ഡ്രൈവ് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ കൊണ്ടേക്കും. അപ്പോൾ ഇദ്ദേഹം പോയിരിക്കും ഈ ലെക്ചർ കേൾക്കാൻ. അപ്പോൾ എപ്പോഴും സെയിം സബ്ജക്റ്റ് ആണ്, സെയിം പോയിന്റ്സ് ആണ്. ഇത് കേട്ട് 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 അയാൾക്ക് ബയാട്ടായി, കാര്യങ്ങൾ വളരെ വ്യക്തമായി. അപ്പോൾ ഒരു ദിവസം ഐൻസ്റ്റൈൻ പറഞ്ഞു, എനിക്ക് കുറച്ച് തലവേദനയാണ്. അപ്പോൾ എന്താ പേടിക്കേണ്ടത് സാറേ, എനിക്കെല്ലാം അറിയാം, ഞാൻ ചെന്നിട്ട് നിങ്ങളുടെ ആ ഡ്രസ്സ് തന്നാൽ മതി, ആരും അറിയില്ല, നിങ്ങളെ ആരും കണ്ടിട്ടില്ല. അന്നത്തെ കാലത്ത് ഫോട്ടോ കിട്ടുന്നില്ലല്ലോ, അധികം ആൾക്കാർ അറിയില്ല, പേര് കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നന്നായി ഞാൻ നിങ്ങളെ പ്രതിനിധീകരിച്ച് നിങ്ങളാന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് പ്രസംഗം കൊടുത്തിട്ടാണ്, എല്ലാം എനിക്ക് ഭയാട്ടാ നിങ്ങൾ പറയുന്നതല്ല. അപ്പോൾ അതിനിപ്പോൾ എന്താ, കുഴപ്പമില്ലെന്ന് പൊക്കോ. പോയി അവിടെ അദ്ദേഹത്തിനെ ക്ഷണിച്ച് വരുത്തി. ആരാ പോകുന്നത്? ഡ്രൈവറാണ്, ഐൻസ്റ്റൈൻ അല്ല. ഐൻസ്റ്റൈൻ അവിടെ കാറിൽ റെസ്റ്റ് ചെയ്യാണ് തലവേദന കാരണം. ചെന്ന് കാര്യങ്ങളൊക്കെ മറ പോലെ അദ്ദേഹം അങ്ങനെ പറയുന്നത് അതേപോലെ കൊത്തും പുള്ളിയും ഒന്നും തെറ്റാതെ അതേപോലെ പ്രഭാഷണം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഉള്ള സെഷനാണ് ഇൻട്രസ്റ്റിംഗ് സെഷൻ. എന്താണ്? ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. അപ്പോൾ ഇവിടുന്ന് ഓഡിയൻസ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ പല ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇദ്ദേഹത്തിന് ആൻസർ ഇല്ല. ചിലതൊക്കെ പറഞ്ഞു,
ചിലത് വളരെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എന്ത് പറഞ്ഞു, അതിപ്പോ എന്താ ഇത്ര ഈസിയാണ്, എന്നെ കൊണ്ടുവന്ന ഡ്രൈവർ കാറിൽ കടന്നുറങ്ങുന്നുണ്ട്, അയാൾക്കും കൂടിയും പറയാൻ പറ്റും. അപ്പോ കാറിലുള്ള ഡ്രൈവർ വന്നിട്ട് തന്നെ ആൻസർ പറയും, അത്ര സിമ്പിളാണ്. അയാൾ വിളിച്ചു ക്വസ്റ്റ്യൻ പറഞ്ഞു, ആരാണ് അയാൾ? അദ്ദേഹം ഐൻസ്റ്റീൻ ആണ്, അയാൾക്ക് അറിയാം. അപ്പൊ അവനോൻ ചെയ്യാൻ പറ്റുന്ന ആ ജോലി ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ നമ്മൾ അപകടത്തിൽ ചെന്ന് പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, so duties on the spiritual platform and duties on the material platform may be different, but the principle of following the authorized direction is always good for the performer. അപ്പോൾ ഭൗതിക തലത്തിലും ആധ്യാത്മിക തലത്തിലും ഉള്ള ആ ദൗത്യങ്ങൾക്ക് വ്യത്യാസമുണ്ടാവും. അപ്പം നമ്മൾ ആരെ ഫോളോ ചെയ്യണം? എസ്പെഷ്യലി ആധ്യാത്മിക തലത്തിലുള്ള സ്പിരിച്വൽ ഡ്യൂട്ടീസ് നമ്മൾ ഗുരു, സാധു, ശാസ്ത്ര അവർ പറയുന്ന അനുസരിച്ച് നമ്മൾ ജീവിക്കണം. അപ്പോൾ നമുക്ക് ഗുരുനാഥന്മാരുണ്ട് അല്ലേ? അപ്പോൾ അവരുടെ സമ്മതത്തോടുകൂടി അവരുടെ അനുഗ്രഹത്തോടുകൂടി നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. So when one is under the spell of the modes of material nature, one should follow the prescribed duties for his particular situation and should not imitate others. നമ്മൾ മറ്റുള്ളവരെ അനുകരിക്കാൻ പാടില്ല. നമ്മൾ ഗുരു, സാധു, ശാസ്ത്രത്തിന് അനുസരിക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മൾ യാതൊരു അപകടത്തിലും ചെന്ന് എത്തില്ല. For example, a Brahmana who is in the mode of goodness is non-violent, where a Kshatriya who is in the mode of passion is allowed to be violent. Okay? ഒരു ബ്രാഹ്മണനോട് പറയാണ് പശുവിനെ അടിക്കാൻ പറഞ്ഞാൽ അദ്ദേഹം വടി വാങ്ങും, പക്ഷെ അടിക്കാൻ പറ്റില്ല. എവിടെ നോക്കുന്നു അതെല്ലാം മർമ്മമായിട്ട് തോന്നും. അല്ലേ? ഒരു ശുദ്ധ ബ്രാഹ്മണന് ഒരു വടി കൊടുത്തിട്ട് പശുവിനെ അടിക്കാൻ പറഞ്ഞാൽ മോങ്ങുള്ളൂ. എവിടെ അടിക്കേണ്ടത്? ഇന്നത്തെ കാലത്തെ ബ്രാഹ്മണക്കാരുടെ കാര്യമല്ല പറയണത്. അവർ ഓങ്ങി നിൽക്കുന്നത് എവിടെ അടിക്കുമ്പോഴും മർമ്മം കാണും, അതുകൊണ്ട് അടിക്കാൻ തോന്നില്ല. ക്ഷത്തിനോട് പറയുന്നതിന്റെ സമയമുള്ളൂ, അടി കൊടുക്കും. അപ്പൊ അവരുടെ ഗുണത്തിൻ്റെതാണ് കാണുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ബ്രാഹ്മണ ഈസ് ഇൻ ദ മോഡ് ഓഫ് ഗുഡ്നെസ് ഈസ് നോൺ വയലന്റ്. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ആ ഗുണം തന്നെ എന്താണ്? അഹിംസയാണ്. whereas a ക്ഷത്രിയ who is in the mode of passion is allowed to be violent. അപ്പൊ എവിടെ ആവശ്യമുണ്ടോ അവിടെ ഹിംസ പ്രവർത്തിക്കാം, ഹിംസ ചെയ്യാൻ പറ്റും. As such, for a kshatriya it is better to be vanquished following the rules of violence than to imitate a brahmana who follows the principles of non-violence. Okay, അങ്ങനെയുള്ള ആൾക്കാരെ പോലീസ് ഫോഴ്സിലോ ഡിഫൻസ് ഫോഴ്സിലോ എടുക്കാൻ പറ്റില്ല. ഒരാളെ അടിക്കാൻ പറഞ്ഞാൽ അയ്യോ എനിക്ക് അടിക്കാൻ വയ്യ, അയാൾക്ക് വേദനിക്കില്ലേ? ഒരു കള്ളനെ പിടിക്കുകയാണ്, പിടിച്ചിട്ട് അയാൾ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചെറുത്ത് നിൽക്കണം, ആവശ്യം വന്നാൽ വയലൻസ് ഉപയോഗിക്കണം, ഹിംസ ഉപയോഗിക്കണം. അപ്പോൾ ഒരു ബ്രാഹ്മണ അയ്യോ എനിക്ക് അടിക്കാൻ പറ്റില്ല പറഞ്ഞത് കാര്യം നടക്കുമോ? ഇല്ല. അപ്പൊ അതാത് ഗുണത്തിലുള്ള ജോലിയായിരിക്കും അവർക്ക് കൊടുക്കേണ്ടത്. സോ അത് ഇറ്റ് ഈസ് ബെറ്റർ ബി വാങ്ക്വിഷ്ഡ് എന്നാണ് പറയുന്നത്, ഫോളോയിങ് ദ റൂൾസ് ഓഫ് വയലൻസ് than to imitate a brahmana who follow the principles of non-violence. Everyone has to cleanse his heart by a gradual process, not abruptly. അപ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി പ്രോഗ്രസ് ആയിരിക്കണം. അപ്പോൾ നമ്മളുടെ ആ ഒരു പ്യൂരിഫിക്കേഷൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്കും രജോ ഗുണത്തിൽ നിന്നേക്ക് സത്വ ഗുണത്തിലേക്കും പോകാൻ പറ്റും. ഇത് ഒരു സുപ്രഭാതത്തിൽ ഇപ്പോൾ ഇന്ന് വരെ ഞാൻ എല്ലാ നോൺ വെജിറ്റേറിയനും ഗാംബ്ലിങ്ങും അതും ഇതെല്ലാം ചെയ്യുന്ന ഒരാള് നാളെ നമുക്ക് സന്യാസിയാവാൻ പറ്റുമോ? പറ്റില്ല. സ്ലോ ആൻഡ് ഗ്രാജുവൽ പ്രോസസ്, പ്യൂരിഫിക്കേഷൻ വേണം. നമ്മൾ പ്യൂരിഫൈ അല്ലാണ്ട് നമുക്കൊരു സന്യാസം സ്വീകരിക്കാൻ പറ്റില്ല. ആർട്ടിഫിഷ്യലായിട്ട് നമുക്കൊരു സന്യാസിയാൻ പറ്റില്ല, രണ്ടാമത് ഓർഡർ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, അബ്രപ്റ്റ്ലി ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മളുടെ പ്യൂരിഫിക്കേഷൻ നടന്നാൽ മാത്രമേ നമുക്ക് പതുക്കെ പ്രോഗ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. However, when one transcends the modes of material nature and is fully situated in Krishna consciousness, he can perform anything and everything under the direction of bona fide spiritual. അപ്പോൾ ഏതൊരു വ്യക്തിയാണോ പൂർണ്ണമായിട്ടും ഭഗവാൻ കൃഷ്ണനെ സമർപ്പണ ഭാവത്തോടു കൂടി സേവ ചെയ്യുന്നത്, അദ്ദേഹത്തിന് എന്തും ചെയ്യാൻ പറ്റും. അവിടെ നിബന്ധനകളില്ല. കാരണം വെച്ചാൽ അവിടെ നടക്കുന്നത് ഭഗവാന്റെ കൃപയാണ്. ട്രാൻസെൻഡ്, ഈ മൂന്ന് ഗുണങ്ങളും മറികടക്കണം. ഫുള്ളി സിറ്റുവേറ്റഡ് ഇൻ കൃഷ്ണ കൊണ്ട്. അപ്പൊ അവർക്ക് ഈ നിബന്ധനകൾ ബാധകമല്ല ഈ ഗുണം. കാരണം സത്വ രജസ് തമോ ഗുണത്തിന്റെ അധീനത്തിലല്ല അവർ. അതിനെ
മറികടന്നിരിക്കുന്നു, ട്രാൻസെൻഡ് ചെയ്തിരിക്കുന്നു. അവര് വിശുദ്ധ സത്വഗുണത്തിലാണ്, പ്യുവർ മോഡ് ഓഫ് ഗുഡ്നസ്. അവർക്ക് ഇത് ബാധകമല്ല എന്ന് പറയുന്നു. He can perform anything and everything under the direction of a bona fide spiritual master. In that complete stage of Krishna consciousness, the Kshatriya may act as a Brahmana, or a Brahmana may act as a Kshatriya. In the transcendental stage, the distinctions of the material world do not apply. ആധ്യാത്മിക തലത്തിലെ ഭൗതിക ലോകത്തിലുള്ള വർണ്ണാശ്രമം ധർമ്മത്തിനെ പാലിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് അപ്ലിക്കബിൾ അല്ല എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വിശ്വാമിത്ര was originally a Kshatriya, but later on he acted as a Brahmana. Whereas Parashurama was a Brahmana, but later on he acted as a Kshatriya. നമുക്കറിയാം വിശ്വാമിത്രൻ ഒരു ക്ഷത്രിയനായിരുന്നു അല്ലെ, പക്ഷെ അദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? അദ്ദേഹം എങ്ങനെയാണ്? ബ്രാഹ്മണൻ. അത് സാധിക്കും, കാണിച്ചാൽ അവര് ട്രാൻസെൻഡന്റ് പ്ലാറ്റ്ഫോമിലാണ്. വിശ്വാമിത്രൻ ക്ഷത്രിയനായിരുന്നു, അദ്ദേഹത്തിന് എല്ലാ കഴിവുണ്ടായിരുന്നു. എന്നിട്ടും ശ്രീരാമ ഭഗവാനെയും ലക്ഷ്മണനെയും വിളിച്ചു അല്ലേ, ഒരുപാട് രാക്ഷസന്മാര് അട്രോസിറ്റീസ് കാണിക്കുന്നു, യജ്ഞങ്ങൾ മുടക്കുന്നു, ബ്രാഹ്മണന്മാരെ കൊല്ലുന്നു. അവരെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി, എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദശരഥ മഹാരാജാവിന്റെ അടുത്ത് വന്നിട്ട് രാമനെയും ലക്ഷ്മണനെയും കൊണ്ടുപോയി. അദ്ദേഹത്തിന് സ്വന്തം ചെയ്യുമായിരുന്നു, പക്ഷെ അദ്ദേഹം ഏത് ഇതിലായിരുന്നു? ബ്രാഹ്മണൻ. ക്ഷത്രിയനായിരുന്നിട്ടും ബ്രാഹ്മണന്റെ പ്രവൃത്തികളായി ചെയ്തിരുന്നു, തപസ്സും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഇവിടെ മറ്റൊരു ഉദാഹരണം തന്നിരി പരശുരാമൻ. പരശുരാമൻ ആരായിരുന്നു? പരശുരാമൻ ബ്രാഹ്മണനായിരുന്നു. ലേറ്റർ ഹി ആക്ടഡ് ആസ് എ ക്ഷത്രിയ. 21 ജനറേഷൻസ് ആണ് ക്ഷത്രിയന്മാരെ കൊന്നുകൂടിയത്. സോ ബീങ് ട്രാൻസെൻഡന്റലി സിറ്റുവേറ്റഡ് ദേ കുഡ് ഡു സോ. അപ്പൊ അവരൊന്നും ഈ 3 ഗുണത്തിന്റെ അധീനത്തിലല്ലാത്തത് കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ആസ് ലോങ് ആസ് വൺ ഈസ് ഓൺ ദ മെറ്റീരിയൽ പ്ലാറ്റ്ഫോം, നമ്മൾ ഭൗതിക തലം എങ്ങനെ നമ്മൾ കണക്കാക്കാൻ? നമ്മൾ ഈ 3 ഗുണത്തിന്റെ അധീനത്തിൽ വരുമ്പോൾ ഭൗതിക തലം, അതെന്ന് ട്രാൻസെൻഡ് ചെയ്യുമ്പോൾ, അത് മറികടക്കുമ്പോൾ, അപ്പോൾ നമ്മൾ ട്രാൻസെൻഡൽ പ്ലാറ്റ്ഫോമിലായിരിക്കും. He must perform his duties according to the modes of material nature. At the same time, he must have a full sense of Krishna consciousness. പൂർണ്ണമായിട്ടും ഭഗവാനെ സമർപ്പണ ഭാവത്തോടെ നമ്മൾ സേവ ചെയ്യാം. നമ്മളുടെ ആഗ്രഹങ്ങളെ സബലീകരിക്കാൻ വേണ്ടിയിട്ടോ പൂർത്തീകരിക്കാൻ ആയിരിക്കരുത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, ഭഗവാന്റെ പ്രീതിക്കായിരിക്കണം. അങ്ങനെ സമർപ്പണ ഭാവത്തോടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏത് ജോലിയും, അത് ബ്രാഹ്മണന്റെ, ക്ഷത്രിയന്റെ, ശൂദ്രന്റെ, വൈശ്യന്റെ എന്തായിക്കോട്ടെ, നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിക്കണം. ഭഗവാന്റെ പ്രീതിക്കായിട്ടായിരിക്കണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം, നമ്മളുടെ ഇന്ദ്രിയഭോഗത്തിനായിരിക്കരുത്. ഇതാണ് ഈ ശ്ലോകത്തിൽ. എന്തെങ്കിലും ചോദ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കമന്റ്സ് ഉണ്ടോ? പ്രഭു, വിശ്വാമിത്രൻ പിന്നെ ബ്രാഹ്മണനാണെങ്കിലും ക്ഷിപ്രകോപിയാണെന്ന് പറയുന്നത് ക്ഷത്രിയന്റെ ഗുണമായിരിക്കും. ക്ഷത്രിയനായിരുന്നു, പക്ഷെ ബ്രാഹ്മണന്റെ ജോലിയാണ് ചെയ്തിരുന്നു. ബ്രാഹ്മണന്റെ അതിന് അതെല്ലാം ഭഗവാന്റെ ലീലകളുടെ ഒരു ഭാഗം മാത്രം. അതിനൊക്കെ ഓരോ ഉദ്ദേശമുണ്ട്. അതായത് ദശരഥ മഹാരാജാവ് ഒന്നും മടിച്ചു മക്കളെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട്. അപ്പോ വശിഷ്ഠർ പറഞ്ഞു, വേഗം പറഞ്ഞേച്ചുള്ളൂ, അദ്ദേഹം ശപിക്കുന്നു. അടുത്തത് അർജുന ഉവാച അഥ കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷാം അനിച്ഛൻ അഭിവാർഷ്ണേയ ബലാത് ഇവ നിയോജിതാം. അർജുന ഉവാച അഥ കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷാം അനിച്ഛൻ അഭിവാർഷ്ണേയ ബലാത് ഇവ നിയോജിതാം. ഹരേ കൃഷ്ണ. ശ്രീദേവി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അർജുന ഉവാച
അത കേന പ്രയുക്തോയം പാപം ചരതി പുരുഷ അനിച്ഛിന്നഭിവാർഷ്ണേയ ബലാദിവാ നിയോജിതഃ. ഇപ്പോൾ നീതു മാതാജി ട്രാൻസ്ലേഷൻ. ഹരേ കൃഷ്ണ. അർജുനൻ പറഞ്ഞു, വാർഷ്ണേയ, ഏതിനാലാണ് ഒരാൾ തനിക്കിഷ്ടമില്ലെങ്കിൽ പോലും ബലാത്കാരേണയെ എന്ന പോലെ പാപം ചെയ്യാൻ പ്രേരിതനാകുന്നത്? അർജുനൻ ഭഗവാനോട് ചോദിക്കുക, ഓ ഡിസെൻഡന്റ് ഓഫ് വൃഷ്ണി വംശജനായിട്ടുള്ള ആ ഭഗവാനെ, ബൈ വാട്ട് ഈസ് വൺ ഇമ്പെൽഡ് ടു സിൻഫുൾ? എന്തുകൊണ്ടാണ് നമ്മൾ പാപകർമ്മങ്ങളിൽ ഏർപ്പെടുന്നത്? ആഗ്രഹിക്കുന്നില്ല, ഈവൺ അൺവില്ലിംഗ്ലി. എനിക്ക് ചെയ്യാൻ ആഗ്രഹമില്ല, പക്ഷേ എങ്കിലും സം ഫോഴ്സ് ഈസ് ദർ, സം ഇമ്പെല്ലിംഗ് ഫാക്ട് ഈസ് ദർ, എനിക്ക് ചെയ്യേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ പാപകർമ്മങ്ങൾ ഒരുത്തൻ പാപകർമ്മങ്ങളിൽ ഏർപ്പെടേണ്ടി വരുന്നത്? ഈവൻ അൺവില്ലിംഗ്ലി, ആസ് ഇഫ് എൻഗേജ് ബൈ ഫോഴ്സ്. ഏതൊരു ശക്തി എന്നെ അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് പോലെ. എന്താണ് അതിന്റെ കാരണം എന്ന് അർജുനൻ ഭഗവാൻ കൃഷ്ണനോട് ആരായാണ്. A living entity as part and parcel of the Supreme is originally spiritual, pure and free from all material contamination. Originally നമ്മൾ എങ്ങനെയായിരുന്നു? സ്പിരിച്വൽ നേച്ചർ, സച്ചിദാനന്ദമായിരുന്നു. ഓക്കെ, നമുക്ക് ഈ 3 ഗുണത്തിന്റെ കണ്ടാമിനേഷൻ ഉണ്ടായിരുന്നില്ല, ഇതിന്റെ കൽമശം ഉണ്ടായിരുന്നില്ല ഒറിജിനലി. Therefore, by nature he is not subject to sins of the material world. By nature. But when he is in contact with the material nature, he acts in many sinful ways without hesitation and sometimes even against his will. പക്ഷേ നമ്മള് ആ പ്യുവർ നേച്ചറിൽ നമ്മൾ ഇതൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പ്യുവർ നേച്ചറിൽ നമ്മൾ സച്ചിദാനന്ദമാണ്. പക്ഷേ പിന്നീട് എനിക്കും എൻജോയ് ചെയ്യണം, എനിക്കും കൺട്രോളർ ആയിരിക്കണം, എനിക്കും പ്രൊപ്പറേറ്റർ ആവണം. ഇതെല്ലാം നമുക്ക് ആഗ്രഹം വരും. അതായത് വി വാണ്ടഡ് ടു എൻജോയ് സെപ്പറേറ്റ്ലി ഫ്രം കൃഷ്ണ. ഓൺലി കൃഷ്ണ കൻ എൻജോയ്, വൈ നോട്ട് മീ? എന്തുകൊണ്ട് എനിക്ക് എൻജോയ്മെന്റ് പറ്റില്ല? ഭഗവാൻ മാത്രം എൻജോയ് ചെയ്താൽ മതി. അങ്ങനെ ഒരു ആഗ്രഹം ഉടലെടുത്തപ്പോ ഭഗവാൻ പറഞ്ഞു, ഇവിടെ നടക്കില്ല. കാരണം ഈ ധാമം, ആധ്യാത്മിക ലോകം എന്ന് പറഞ്ഞാൽ പവിത്രം, 3 ഗുണങ്ങൾക്കും അതീതമായിട്ടുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ ആഗ്രഹം, അതായത് നിങ്ങൾക്ക് പ്രൊപ്പറേറ്റർ ആവാം, കൺട്രോളർ ആവാം, എൻജോയർ ആവാം, മാസ്റ്റർ ആവാം, ഇവിടെ അല്ല, ഭൗതിക ലോകത്തിൽ. അതിന് നിങ്ങൾക്ക് ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്, അതാണ് ഭൗതിക ലോകം. അവിടെ ഈ 3 ഗുണങ്ങളുടെ അധീനത്തിൽ നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാം. അവിടെ നമ്മൾ ഈ മെറ്റീരിയൽ വേൾഡായിട്ട്, ഭൗതിക ലോകമായിട്ട് 3 ഗുണങ്ങളുടെ സമ്പർക്കത്തിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പാപകർമ്മങ്ങൾ ചെയ്യുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. ബട്ട് വെൻ ഹി ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ മെറ്റീരിയൽ നേച്ചർ ഹി ആക്ട്സ് ഇൻ മെനി സിൻഫുൾ വേസ് വിത്തൗട്ട് ഹെസിറ്റേഷൻ. അപ്പൊ നമ്മൾ മറക്കുകയാണ്, നമ്മളെ ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസലാണ്, ഭഗവാന്റെ അംശമാണ്, നമ്മളിത് ചെയ്യാൻ പാടില്ല. ഇതെല്ലാം നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം ചെയ്യുന്നു, വിത്തൗട്ട് യാതൊരു മടിയും കൂടാതെ. ആൻഡ് സംടൈംസ് ഈവൺ എഗെയിൻസ്റ്റ് ഹിസ് വിൽ. നമ്മൾ ആഗ്രഹിക്കുന്നില്ല മോഷണം ചെയ്യണമെന്ന്, അല്ലെ? ഒരു മോഷ്ടാവ് ആദ്യം ഫോഴ്സ്, അതായത് നമ്മൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഇല്ലെങ്കിലും കൂടിയിട്ട് അത് ചെയ്യുന്നു, പിന്നെ അത് പ്രാക്ടീസ് ആവുന്നു, പിന്നെ എല്ലാം മറന്നു. അതാണ് ഭൗതിക ലോകത്തിലെ മായാലോകത്തിൽ വന്നു വിടുമ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങള്, നമ്മളുടെ പല അസോസിയേഷൻ വിത്ത് അതർ പീപ്പിൾസ്, അതെല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അവരുടെ പ്രഭാവം, നമ്മൾ എന്ത് വായിക്കുന്നു, എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, ആരൊക്കെ ആയിട്ട് ഇടപഴകുന്നു, എന്ത് കഴിക്കുന്നു, ഇതെല്ലാം നമ്മളുടെ കോൺഷ്യസ്നെസ്സിനെ ബാധിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മളുടെ സ്വഭാവങ്ങളും ക്യാരക്ടറും ഹാബിറ്റ്സും എല്ലാം മാറും. അപ്പോൾ നമ്മളുടെ കൺട്രോളർ ആയിരിക്കില്ല, നമ്മുടെ മനസ്സ് നമ്മളുടെ കൺട്രോളർ ആയിരിക്കില്ല. ഇന്റലിജൻസ്, നമ്മളുടെ ബുദ്ധി മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന പകരം മൈൻഡ് വിൽ ഓവർടേക്ക് ദ ഇന്റലിജൻസ്. ബുദ്ധി ട്യൂബ് ലൈറ്റ് പോലെ ആയിരിക്കും,
ബുദ്ധി ട്യൂബ് ലൈറ്റ് പറഞ്ഞാൽ പിന്നീടേ വർക്കുള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അറിഞ്ഞിട്ടെന്ന കാര്യം. ട്യൂബ് ലൈറ്റ് പറയുന്ന കാരണം വെച്ചാൽ പതുക്കെ ബുദ്ധി വരുള്ളൂ. നമ്മൾ പറയേണ്ടതെല്ലാം പറഞ്ഞു. അയ്യോ ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഓക്കെ, എത്ര നല്ലൊരു സുഹൃത്തായിരുന്നു, ദേഷ്യം വന്നപ്പോൾ അതൊക്കെ പറഞ്ഞു പോയി, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, പിന്നീടാണ് ബുദ്ധി നമുക്ക് വരും, അല്ലെ? അപ്പൊ അതാണ് ഈ നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത്, നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ്, നമ്മൾ കഴിക്കുന്നത്, ഇതെല്ലാം ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ ബാധിക്കും. അതുകൊണ്ടാണ് ഗുരുജനങ്ങൾ പറയുന്നത്, അതായത് നമ്മളുടെ സഹവാസം ഡിവോട്ടീസ് ആയിട്ടായിരിക്കണം. നമ്മൾ വായിക്കുന്നത് സ്ക്രിപ്റ്റേഴ്സ് ആയിരിക്കണം. ഭഗവത്ഗീത, ഭാഗവതം, രാമായണം, അങ്ങനത്തെ കാര്യങ്ങള് നമ്മളുടെ മനസ്സിനെ ഉത്തേജിപ്പിക്കുന്ന കാര്യങ്ങള് വായിക്കാൻ പാടില്ല, കേൾക്കാൻ പാടില്ല. അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ ഇടപഴകാൻ പാടില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സാത്വികമായിട്ടുള്ളായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ കോൺഷ്യസ്നെസ് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഒരു മദ്യപാനിയുടെ കൂടെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഞാൻ എത്ര തന്നെ നമ്മൾ പിടിച്ചു നിന്നാലും ശരി, ഞാൻ മദ്യം കഴിക്കാത്ത ഒരാളാണ്, പക്ഷേ എൻ്റെ സഹവാസം എപ്പോഴും മദ്യം കഴിക്കുന്ന ആൾക്കാരായിട്ടാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും അത് തുടങ്ങും, ഇല്ലേ? അതല്ലേ നമ്മൾ കണ്ടിരിക്കുന്നത്. അതേ സമയം നമ്മളൊരു ഡിവോട്ടീസിന്റെ കൂടെ നമ്മളിപ്പോൾ ഞാൻ ഒന്നും ചെയ്യില്ല, ചാൻറ്റ് ചെയ്യുന്നില്ല, കുറച്ചു കാലം ഡിവോട്ടീസിന്റെ കൂടെ ഞാൻ ജീവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്കും അതിനുള്ള താല്പര്യം ചാൻറ്റ് ചെയ്യാൻ തുടങ്ങും, ഭഗവത്ഗീത വായിക്കാൻ തുടങ്ങും, അല്ലേ? അപ്പൊ നമ്മൾ ആരുടെ കൂടെ ജീവിക്കണം, എന്ത് സംസാരിക്കണം, ആരുടെ കൂടെ ഇടപഴകണം, എന്ത് വായിക്കണം, എന്ത് കേൾക്കണം. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാടുണ്ട്. നമ്മൾ കാണുന്നത് എനിക്ക് അതിന് കൺട്രോൾ ഉണ്ട്, ഞാൻ കണ്ടാലും എൻ്റെ സ്വഭാവം ഒന്നും മാറില്ല, പക്ഷെ അത് പറയുന്നത് തെറ്റാണ്. വെരി സട്ടിൽ ലെവലിൽ നമ്മളുടെ കോൺഷ്യസ്നെസ്സിനെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം എഫക്റ്റ് ചെയ്യും. വളരെ സട്ടിൽ ലെവൽ നമുക്ക് അറിയാൻ പറ്റില്ല. പതുക്കെയാണ് അതെല്ലാം നമ്മളെ ഒക്യുപ്പൈ ചെയ്യുക നമ്മുടെ മൈൻഡിൽ. അപ്പൊ അതുകൊണ്ടാണ് അത് വളരെ സൂക്ഷിക്കണം. അതാണ് ഭഗവാൻ പറയുന്നത്, മെനി സിൻഫുൾ വേസ് വിത്തൗട്ട് ഹെസിറ്റേഷൻ. നമ്മൾ അങ്ങനെ പാപകർമ്മങ്ങളിൽ ഏർപ്പെടും. ആൻഡ് സംടൈംസ് ഈവൻ എഗെയിൻസ്റ്റ് ഹിസ് വിൽ, നമ്മളുടെ ആഗ്രഹത്തിന് വിപരീതമായിട്ട് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ ചെയ്തു പോകുന്നു. As such, Arjuna's questions to Krishna is very sanguine as to the perverted nature of the living entities. Okay, perverted nature ആണ്, തലതിരിഞ്ഞിട്ടുള്ള ഒരു പ്രതിബിംബമാണ്, റിഫ്ലക്ഷൻ പോലെയാണ് നമ്മളുടെ. ആക്ച്വലി ശരിക്കുള്ള ആ ഇതുള്ളത് ആത്മീയ ലോകത്തിലാണ്. ആത്മീയ ലോകത്തില് എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പെർവേർട്ടഡ് ആയിട്ടുള്ള ആക്ഷൻസ് ഇവിടെ ഈ ഭൗതിക ലോകത്ത് നടക്കുന്നത്. ആത്മീയ ലോകത്ത് ലവ് ആണെങ്കിൽ അത് ഇവിടെ ഭൗതിക ലോകത്ത് ലസ്റ്റ് ആയിട്ട് മാറുന്നു. അതാണ് പെർവേർട്ടഡ് ലക്ഷ്യം. നമ്മളൊരു നദീതീരത്ത് പോയിട്ട് ആ നദീതീരത്തിലുള്ള വൃക്ഷത്തിന്റെ റിഫ്ലക്ഷൻ നമ്മൾ ആ നദിയിൽ നോക്കുകയാണ്, വെള്ളത്തിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെ കാണുക? ഊർദ്ധമൂലം അധശാഖം. എന്താണ്? വേരുകളെല്ലാം മീതയ്ക്ക് കാണും, ബ്രാഞ്ചസ് എല്ലാം താഴെയിട്ട് കാണും, റിഫ്ലക്ഷൻ. ഇപ്പൊ ദ റിയൽ ആയിട്ടുള്ള ആ മരം അവിടെ ആത്മീയ ലോകത്തിലാണ്, അതിന്റെ റിഫ്ലക്ഷൻ ആണ് ഇവിടെ ഭൗതിക ലോകത്തിൽ കാണുന്നത്. So although the living entity sometimes does not want to act in sin, he is still forced to act. Sinful actions are not, however, impelled by the supersoul within. അപ്പൊ ഈ പാപകർമ്മങ്ങളൊന്നും ഭഗവാൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല ആൾക്കാരും പറയും ഇതെല്ലാം ഭഗവാൻ ചെയ്യിപ്പിക്കുന്നതാണ്. അതെ, അങ്ങനെ തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? നമ്മൾ ചെയ്യുന്ന പാപങ്ങളെല്ലാം ഭഗവാൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണോ? ചില ആൾക്കാർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതൊക്കെ ഭഗവാനല്ലേ ചെയ്യിപ്പിക്കുന്നത്, ഭഗവാൻ പരമാത്മാവ് നമ്മുടെ ഹൃദയത്തിലല്ലേ, പിന്നെ എന്തുകൊണ്ട് നമ്മളെ തടയുന്നില്ല? ഭഗവാൻ അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ശരിയാണോ? അത് ശരിയാണോ തെറ്റാണോ? തെറ്റാ പ്രഭു. നമുക്കിപ്പോ എന്തെങ്കിലും നമുക്ക് ഇപ്പം തെറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോ നമ്മളുടെ ഉള്ളിലിരുന്ന് പറയുമല്ലോ ചെയ്യരുത് എന്ന്, അങ്ങനെ ഒരു തോന്നൽ വരുമല്ലോ. തോന്നൽ വരും. ആദ്യം കുറച്ച് ദിവസമൊക്കെ വരും, പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുമ്പോ ഭഗവാൻ മിണ്ടാണ്ടിരിക്കും, പിന്നെ ആ ഇതൊന്നും വരില്ല, ആ തോന്നലൊന്നും വരില്ല, പിന്നെ നമുക്കത് പ്രാക്ടീസായി, അല്ലേ?
ആദ്യം ഒരു പ്രാവശ്യം 2 പ്രാവശ്യം. ഇപ്പോൾ ഒരു കോളേജിൽ പോകുന്ന കുട്ടി, ഒരു ടീനേജിലുള്ള കുട്ടി, എല്ലാവരും ഫ്രണ്ട്സിലെല്ലാവരും സിഗരറ്റ് വലിക്കുന്നു. ഈ കുട്ടി നല്ല കുട്ടിയാണ്, സിഗരറ്റ് ഒന്നും വലിക്കുന്നില്ല. അപ്പം പിയർ കമ്പൽഷൻ കാരണം ആ കുട്ടിക്ക് വരുന്നത്, ഏയ് നീ എന്താ ആൺകുട്ടിയാണ്, നീ ഒരു സിഗരറ്റ് വലിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി എനിക്കില്ലേ. അപ്പോൾ എന്തായി, അവിടെ ഈഗോ അവിടെ നിന്ന് ഇതായി. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ആ ഈഗോ അവിടെ അതിന് ചതവ് പറ്റുമ്പോൾ, ഏയ് അങ്ങനെ പറഞ്ഞ് അയാളെന്ന് വലിച്ച് കാണിച്ചു കൊടുക്കാം. അങ്ങനെ ആദ്യം വലിക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് പരമാത്മാവ് ആ ഒരു ഇൻറ്റ്യൂഷൻ വരും. അവിടുന്ന് നമ്മൾ പറയും ചെയ്യരുത്, തെറ്റാണ്, ചെയ്യാൻ പാടില്ല. വളരെ വിഷമിച്ചിട്ടായിരിക്കും ആദ്യത്തെയും 2ാമത്തെയും 3ാമത്തേക്ക് ചെയ്യുക, അല്ലേ? പേടിച്ചിട്ട്, അച്ഛനമ്മമാരെ അറിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയോ, ഇതെല്ലാം അറിയാം തെറ്റാണ് ചെയ്യുന്നത്. എന്നിട്ടും ആ പിയർ പ്രഷർ കാരണം, അവരുടെ ആ ഒരു ഈഗോ പ്രശ്നം കാരണം വലിക്കാൻ തുടങ്ങും. 3, 4 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശീലമായി. പിന്നെ ആരെയും പേടിയില്ല, ഒന്നുമില്ല. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ ഇരുന്ന് വലിക്കും. കാരണം മറ്റുള്ളവരതാ കാണിച്ചു കൊടുക്കുന്നത്. അതാണ് പറഞ്ഞത്, ഈസ് ഫോഴ്സ്ഡ് ടു ആക്ട്. സിൻഫുൾ ആക്ഷൻസ് ആർ നോട്ട് ഹവർ ഇമ്പൽഡ് ബൈ സൂപ്പർ സോൾ. ഭഗവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നില്ല. ഭഗവാൻ അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം നമ്മളെ ഒന്ന് ഇൻസ്ട്രക്ഷൻ തരും, ചെയ്യാൻ പാടില്ല. നമ്മളുടെ ഉള്ളിൽ നിന്നൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരിക്കും. പക്ഷെ അത് വകവയ്ക്കാണ്ട് നമ്മൾ അത് ചെയ്യുന്നു. പിന്നെ ഭഗവാൻ ഒരു വിറ്റ്നസ് മാത്രമാണ്, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ വിറ്റ്നസ് മാത്രം. നേരെ മറിച്ച് ഒരു ഡിവോട്ടി ആണെങ്കിൽ ഭഗവാൻ അതിൽ ഇടപെടും. എല്ലാ തരത്തിലും ഭഗവാനെ സമർപ്പണം ചെയ്തിട്ടുള്ള ഒരു ഡിവോട്ടി ആണെങ്കിൽ ഭഗവാൻ അതിൽ ഇടപെട്ടിട്ട് കാണിച്ചാൽ അത് തൻ്റെ ഭക്തനാണ്, തൻ്റെ ഭക്തനാണ്. നമ്മുടെ ഏതാ നമ്പർ? ഇത് സ്ക്രീൻ ചില പ്രശ്നമുണ്ട്. എന്താ നമ്പർ നമ്മുടെ? 36 അല്ലേ? Okay, നമ്മൾ ലാസ്റ്റ് എത്തിയില്ലേ? Okay. So forced to act. Sinful actions are not, however, impelled by the super soul within, but are due to another cause, as the Lord explains in the next verse. അപ്പോൾ പരമാത്മാവല്ല നമ്മളെ പ്രേരിപ്പിക്കുന്നത്, നമ്മളെ ഇമ്പൽ ചെയ്യുന്നത്. Lord explains in the next verse എന്താണ് അതിന്റെ കാരണം എന്നുള്ളത്. 37 എൻ്റെ ഷെയർ ചെയ്യാൻ പറ്റില്ല, കാരണം എൻ്റെ സ്ക്രോളും ചില പ്രശ്നമുണ്ട്, അത് റിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല അതുവരെ. നിങ്ങളുടെ 37 ഞാൻ വായിക്കാം. ശ്രീ ഭഗവാൻ ഉവാച കാമ യേശ ക്രോധ യേശ രജോ ഗുണ സമുദ്ഭവ മഹാസാനോ മഹാപാപ്മാ വിദ്യേനം ഇഹ വൈരിണാം. ശ്രീ ഭഗവാൻ ഉവാച കാമ യേശ ക്രോധ യേശ രജോ ഗുണ സമുദ്ഭവ മഹാസനോ മഹാപാത്മാ വിദ്യേനം ഇഹ വൈരിണാം. ഓക്കെ, ആരാണ്? വിനോദിനി മാധവി. ഹരേ കൃഷ്ണ. ശ്ലോകം 37. ശ്രീ ഭഗവാൻ വാച കാമ ഏഷ ക്രോധ ഏഷ രജോ ഗുണ സമുദ്ഭവാഃ മഹാസനോ മഹാപാപ്മാ വിദ്യേനാമിഹ വൈരിണം. ഹരേ കൃഷ്ണ. ഓക്കെ, ശ്രീദേവി മാധവി എൻ്റെ ട്രാൻസ്ലേഷൻ വായിക്കും. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാൻ പറഞ്ഞു, അല്ലയോ അർജുന, രജോഗുണവുമായുള്ള സമ്പർക്കത്തിൽ നിന്നുണ്ടായതും പിന്നീട് ക്രോധമായി തീരുന്നതുമായ കാമമാണിങ്ങനെ പ്രേരിപ്പിക്കുന്നത്. എല്ലാം നശിപ്പിക്കുന്ന ഈ മഹാപാപമാണ് ഇഹലോകത്തിന്റെ ശത്രു. ഹരേ കൃഷ്ണ. അപ്പൊ ഇതാണ് കാരണം. എന്തുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കാതിരുന്നിട്ടും നമ്മൾ പാപകർമ്മങ്ങളിൽ ഏർപ്പെടുന്നത്? എന്താണ് അതിന്റെ കാരണം പറയാണ്. കാമയേശ ക്രോധയേശ. സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഇറ്റ് സെഡ് ഇറ്റ് ഈസ് ലസ്റ്റ് ഓൺലി. എന്താണ് ലസ്റ്റ് പറഞ്ഞാൽ? കാമം, ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ, പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ. ഇപ്പോ ഒരു ഡയബറ്റിക് പേഷ്യന്റിന് മധുരം കഴിക്കാൻ പാടില്ല, നന്നായിട്ട് അറിയാം. ഇപ്പൊ ഡോക്ടർ പറഞ്ഞിരിക്കുന്നു മധുരം തൊടാൻ പാടില്ല, വളരെ ഡേഞ്ചറസ് ആണ്, യു ഷുഡ് നോട്ട് ഈറ്റ്. പക്ഷേ മധുരം കാണുമ്പോൾ അദ്ദേഹത്തിന് ചെറുത്ത് നിൽക്കാൻ പറ്റുന്നില്ല. കാമം, ആഗ്രഹം, മധുരത്തിനോടുള്ള ആഗ്രഹം, അതിൻ്റെ അറ്റാച്ച്മെന്റ്, അത് കഴിക്കാനുള്ള ഇച്ഛ, ആ
ടേസ്റ്റ് ബഡ് അല്ലേ? അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ കാമം, ലസ്റ്റ്, ആഗ്രഹം, ഭൗതിക തലത്തിലുള്ള ആഗ്രഹം, അത് ഏത് വിധത്തിലായിരിക്കും, പലതരത്തിലുണ്ട്. ഇറ്റ് ഈസ് ലസ്റ്റ് ഓൺലി അർജുന വിച്ച് ഈസ് ബോൺ ഓഫ് കോണ്ടാക്ട് വിത്ത് ദ മെറ്റീരിയൽ മോഡ് ഓഫ് പാഷൻ. ഓക്കെ, അപ്പോൾ ഈ ലസ്റ്റും മെറ്റീരിയൽ മോഡായിട്ടുള്ള രജോ ഗുണവും ഒരുമിച്ച് വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇമ്പെല്ലിംഗ് നേച്ചറാണ് നമ്മളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ലസ്റ്റ്. അങ്ങനെ ഈ ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങള് നമ്മളുടെ സെൻസസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്, അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് നമുക്കില്ല. കാരണം വെച്ചാൽ ആ രജോ ഗുണത്തിൽ അത്രയും നമ്മൾ അകപ്പെട്ടു പോയി ലസ്റ്റ് കാരണം. ആൻഡ് ലേറ്റർ ട്രാൻസ്ഫോം ഇൻ ടു റാത്ത്. അപ്പോൾ ലസ്റ്റ്, അതായത് ഈ ആഗ്രഹങ്ങൾ സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ എന്താ റിസൾട്ട്? റാത്ത്, ദേഷ്യം വരും. സിമ്പിൾ റീസണ്. ഞാൻ ജോലി ചെയ്യുന്ന പഴയ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഓഫീസിലൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഓഫീസ് ബോയ് 8 മണിക്ക് എല്ലാ ദിവസവും 8 മണിക്ക് ചായ കൊടുന്ന് വെച്ചു. മുമ്പേ, കുറേ കാലം മുമ്പേ ടേബിൾ കൊടുന്ന് വയ്ക്കും. എന്തെങ്കിലും ഓഫീസ് ബോയ് 8 മണി 8:10 ചീത്ത പറയും, ദേഷ്യപ്പെടും. കാരണം 8 മണിക്ക് അദ്ദേഹത്തിന് ചായ കിട്ടിയില്ലെങ്കിൽ ദേഷ്യമാണ്. ചില ആൾക്കാർക്ക് പേപ്പർ 6 മണിക്ക് പേപ്പർ വരണ്ട, നിങ്ങളെ കാത്തിരിക്കും. ദേഷ്യം കിട്ടിയില്ലെങ്കിൽ ആ പേപ്പർ ബോയോട് ദേഷ്യപ്പെടും അല്ലെ? അതായത് നമ്മളുടെ കാര്യങ്ങൾ ആഗ്രഹിച്ച് നടന്നിട്ടില്ലെങ്കിൽ എന്ത് പറ്റി? ഉടനെ ദേഷ്യം. അപ്പൊ എന്താണ് നമുക്ക് ദേഷ്യം വരാനുള്ള കാരണം? നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നില്ല, അതുകൊണ്ട് ഉടനെ ദേഷ്യം. അപ്പോ കാമം എന്തുകൊണ്ടാണ് വരുന്നത്? ആർക്കാ പറയാൻ പറ്റുക? കാമം എന്തുകൊണ്ടാണ് വരുന്നത്? ഭൗതിക ആഗ്രഹങ്ങൾ. ആ, എന്തുകൊണ്ടാണ് വരുന്നത്? അതിനെപ്പറ്റി പറഞ്ഞില്ലേ? കാമയേശ ക്രോധയേശ രജോ ഗുണ സമുദ്ഭവ. എന്താണ് കാരണം? കാമം ആഗ്രഹം കൂടുമ്പോ, അല്ല, ആഗ്രഹം കൂടുമ്പോ അത് സാധിച്ചില്ലെങ്കിൽ ദേഷ്യം വരും. ദേഷ്യം കാമം വരാനുള്ള ഒരു കാരണം എന്താ? ശ്ലോകം കാമം വരാനുള്ള കാരണം എന്താ? രജോ ഗുണത്തിലായതുകൊണ്ടാണോ? അതാണ് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടില്ലേ? ഇതാണ്ടോ ഞാൻ വായിക്കാം, വീണ്ടും വായിക്കാം. The Supreme Personality of Godhead said, "It is lust only, Arjuna, which is born of contact with the material of passion." അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങള് ഈ രജോ ഗുണത്തിലെ സമ്പർക്കം വരുമ്പോ, രജോ ഗുണത്തിൽ സമ്പർക്കം വരുമ്പോഴാണ്, അത് സാധിക്കാണ്ട് വരുമ്പോഴാണ് ഇത് വരുന്നത്, ദേഷ്യം വരുന്നത്. അപ്പോൾ കാമത്തിന്റെ റീസൺ എന്താണ്? നമ്മുടെ ആഗ്രഹങ്ങള് രജോ ഗുണം തമ്മിലുള്ള ആ സമ്പർക്കം, ഇൻ കോണ്ടാക്ട് വിത്ത് ദ മെറ്റീരിയൽ മോഡ് ഓഫ് പാഷൻ. അപ്പൊ അത് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ ദേഷ്യം വന്നു. നമ്മൾ പറഞ്ഞത് ഒരാൾ കേട്ട് നമുക്ക് പറയാം, അതായത് നമ്മളുടെ സബോർഡിനേറ്റ് ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഉടനെ എനിക്ക് ദേഷ്യം വന്നു. കാരണം ഞാൻ നടക്കുന്നില്ല, ദേഷ്യം, wrath. And which is the all devouring sinful enemy of this world. അപ്പൊ ആ ദേഷ്യമാണ് കാമത്തിന്ന് ആഗ്രഹങ്ങൾ. നമ്മൾ രജോ ഗുണത്തിൽ സമ്പർക്കം ചെയ്യുമ്പോൾ ലസ്റ്റ് വരുന്നു, കാമം വരുന്നു. കാമം സാധിച്ചിട്ടില്ലെങ്കിൽ റാത്ത്, ആംഗ്രി വരുന്നു, ദേഷ്യം വരുന്നു. ആ ദേഷ്യമാണ് ഓൾ ഡെവറിങ് സിൻഫുൾ എനിമി ഓഫ് ദ വേൾഡ്. എല്ലാ പാപകർമ്മങ്ങളുടെയും ശത്രു എന്താണ്? ദേഷ്യം. ബ്യൂട്ടിഫുൾ ശ്ലോക. ഒരാൾക്ക് ദേഷ്യം വരാനുള്ള കാരണം, ഒരാൾക്ക് കാമം വരാനുള്ള കാരണം, ഒരാൾക്ക് പാപകർമ്മങ്ങളിൽ ഏർപ്പെടാനുള്ള ആ ഒരു ഇംപെറ്റസ് കാരണം ആണ് ഇതിൽ പറയുന്ന ശ്ലോകത്തിൽ. അപ്പോ ഫസ്റ്റ് രജോ ഗുണം ആഗ്രഹങ്ങളും ഉള്ള സമ്പർക്കം, അതാണ് ലസ്റ്റ്. ലസ്റ്റ് നമുക്ക് നടന്നിട്ടില്ലെങ്കിൽ, നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ ദേഷ്യം വന്നാൽ സിൻഫുൾ ആക്ടിവിറ്റീസ്, അതാണ് നമ്മളുടെ ശത്രു. സോ റാത്തിന്റെ സോഴ്സ് ലസ്റ്റ്.
ലസ്റ്റ് പാഷന്റെ സമ്പർക്കം. So when a living entity comes in contact with the material creation, his eternal love for Krishna is transformed into lust. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഭഗവാനെ സ്നേഹിക്കുന്നു, പ്രേമിക്കുന്നു. അപ്പൊ നമ്മള് ഭഗവത് ധാം വിട്ടിട്ട് ഭൗതിക ലോകത്തിൽ വരുമ്പോ അതേ പ്രേമം നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ അത് ലസ്റ്റായിട്ട് മാറുകയാണ്. ആക്ച്വലി ആ പ്രേമം ഭഗവാനെ സ്തുതിക്കാനും ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ നമ്മൾ ഭൗതിക ലോകത്തിൽ നമ്മുടെ ഇന്ദ്രിയ ഭോഗത്തിൽ വരുമ്പോൾ അത് മറന്ന് നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുമ്പോൾ അതിനെയാണ് ലസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ലസ്റ്റ് ഇൻ അസോസിയേഷൻ with the mode of passion. രജോ ഗുണത്തിന്റെ സമ്പർക്കത്തിൽ വരുമ്പോൾ. Or in other words, the sense of love of God becomes transformed into lust. Sense of love of God becomes transformed into lust as milk in contact with sour tamarind is transformed into yogurt. എങ്ങനെ ഒരു പാല് പുളിയായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ, ലൈമ, പുളി അല്ല അങ്ങനത്തെ, അപ്പൊ അത് എന്തായി മാറുന്നു? തൈരായിട്ട് മാറുന്നു. അതേപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ രജോ ഗുണത്തായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ ആ ലവ് എന്നുള്ള ആ വികാരം ലസ്റ്റായിട്ട് മാറുന്നു. അതാണ് പറയുന്നത്. ഉദാഹരണം ഇതാണ്, മിൽക്ക് ഇൻ ടു കേർഡ്. ദെൻ അഗെയിൻ വെൻ ലസ്റ്റ് ഈസ് അൺസാറ്റിസ്ഫൈഡ്, അപ്പോ ആ ആഗ്രഹങ്ങള് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇറ്റ് ടേൺസ് ഇൻ ടു റാത്ത്, അത് ദേഷ്യമായിട്ട് മാറുന്നു. റാത്ത് ഈസ് ട്രാൻസ്ഫോം ഇൻ ടു ഇല്യൂഷൻ. എന്താണ് ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ദേഷ്യത്തിൽ നിന്ന് ഇല്യൂഷൻ വരുന്നു. എന്താണ് ഇല്യൂഷൻ ഇവിടെ? മോഹം. എന്താണ് മോഹം എന്ന് പറഞ്ഞാൽ? ഭ്രമം, ചിത്തഭ്രമം. എന്ത് ശരി എന്ത് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, ഒരു സംഭ്രമം, അല്ലെ? ട്രാൻസ്ഫോം ഇൻ ടു ഇല്യൂഷൻ ആൻഡ് ഇല്യൂഷൻ കണ്ടിന്യൂസ് ദ മെറ്റീരിയൽ എക്സിസ്റ്റൻസ്. അങ്ങനെ നമ്മൾ ഈ ഇല്യൂഷൻ വരുമ്പോൾ നമ്മളുടെ ഈ മെറ്റീരിയൽ എക്സിസ്റ്റൻസ്, അതായത് ജന്മ, മൃത്യു, ജരാവ്യാധി എന്നുള്ള ചക്രം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. Therefore, lust is the greatest enemy of the living entity. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്താണ്? നമ്മൾ പുറത്താണ് അന്വേഷിക്കുന്ന ശത്രു. എന്റെ ശത്രു അവനാണ്, അല്ലെങ്കിൽ അവളാണ്, അല്ലെങ്കിൽ അവരാണ്, ഇവരാണ്, അല്ലെ? നമ്മുടെ ശത്രു നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. കാമക്രോധ മോഹ മത മാത്സര്യ. കാമക്രോധ ലോഭ മോഹ മത മാത്സര്യം, ഇതെല്ലാം നമ്മുടെ ശത്രുക്കളാണ്. അതിൽ ഏറ്റവും നമ്പർ 1 ശത്രു ആരാണ്? കാമം. കാരണം തുടക്കം അവിടുന്നാണ്. അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ബാക്കിയെല്ലാം കൺട്രോൾ ചെയ്യാം. അപ്പോ the 3 gateways to hell അറിയോ എന്താണെന്ന്? നമ്മുടെ ശാസ്ത്രം പറയുന്നു, there are 3 gates to hell. എന്തൊക്കെയാണത്? ആർക്കും അറിയില്ല? നരകത്തിലേക്കുള്ള 3 കവാടങ്ങൾ. ലസ്റ്റ്, ആങ്കർ ആൻഡ് ഗ്രീഡ്. എന്തൊക്കെയാണ്? ലസ്റ്റ്, ആങ്കർ ആൻഡ് ഗ്രീഡ്. കാമം, ദേഷ്യം, അത്യാർത്തി, ലൗല്യം, ഗ്രീഡ്. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട 3 കവാടങ്ങൾ നരകത്തിലേക്കുള്ളത്. ഇത് 3നെയും നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എവിടെ പോവും? നമ്മുടെ ഡെസ്റ്റിനേഷൻ എവിടെയായിരിക്കും? നരകത്തിൽ. So wrath is transformed into illusion and illusion continues to material existence. Therefore, lust is the greatest enemy of the living entity. And it is lust only which induces the pure living entity to remain entangled in the material world. അപ്പൊ ഈ ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങളാണ് നമ്മളെ ഈ ഭൗതിക ലോകത്തിൽ ബന്ധിപ്പിക്കുന്നത്. വീണ്ടും വീണ്ടും ജനന മരണ പ്രക്രിയയിൽ കൂടെ. ഓക്കെ,
ഇപ്പൊ ഭാഗ്യവശാൽ നമുക്ക് മനുഷ്യന്റെ ശരീരം കിട്ടിയിട്ടുണ്ട്. ഈ മനുഷ്യന്റെ ശരീരത്തിൽ നമുക്ക് ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട് ഭഗവാൻ, അല്ലേ? മൃഗങ്ങളുടെ ശരീരത്തിലുണ്ടോ അത്? അപ്പോ അടുത്ത ജന്മം നമ്മൾ മനുഷ്യനായിട്ട് ജനിക്കുകയോ ഇല്ലയെന്ന് നമുക്ക് എന്താ ഗ്യാരണ്ടി? അപ്പൊ ഈ ജന്മം പാഴാക്കിയാൽ നമ്മളിനി എത്ര ജന്മങ്ങൾ എടുക്കണം നമുക്ക് അറിയാൻ പറ്റില്ല. മൃഗങ്ങളായിട്ടും കൃമി കീടങ്ങളായിട്ടും പക്ഷികളായിട്ടും വൃക്ഷങ്ങളായിട്ടും മത്സ്യങ്ങളായിട്ടും അങ്ങനെ എത്ര 84 ലക്ഷം സ്പീഷീസ് ഉണ്ട്. ഈ സ്പീഷീസിലൊക്കെ മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ജനിച്ചും മരിച്ചും പോകേണ്ടി വരും വീണ്ടും ഒരു മനുഷ്യജന്മം കിട്ടണമെങ്കിൽ. അപ്പൊ ഈ മനുഷ്യജന്മം നമ്മൾ ശരിക്കും വിനിയോഗിച്ചില്ലെങ്കിൽ അപ്പൊ അങ്ങനെ ഒരു റിസ്ക് ഉണ്ട്. So wrath is the manifestation of the mode of ignorance. ദേഷ്യം എന്താണ്? മാനിഫെസ്റ്റേഷൻ ഓഫ് മോഡ് ഓഫ് തമോ ഗുണത്തിലാണ് wrath. These modes exhibit themselves as wrath and other corollaries. If therefore the mode of passion, instead of being degraded into the mode of ignorance, is elevated to the mode of goodness by the prescribed method of living and acting, then one can be saved from the degradation of wrath by spiritual advancement. അപ്പൊ എന്താണ് പറയുന്നത്? മോഡ് ഓഫ് പാഷൻ ഇൻസ്റ്റെഡ് ഓഫ് ബീങ് ഡീഗ്രേഡ്. നമ്മൾ മോഡ് ഓഫ് പാഷൻ ആണെങ്കിൽ നമ്മൾ തമോ ഗുണത്തിലേക്കല്ല പോകേണ്ടത്, സത്വഗുണത്തിലേക്ക് പോകണം. നമ്മൾക്ക് പ്രോഗ്രസ് 10ാം ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ 8ാം ക്ലാസ്സിലേക്ക് താഴേക്കല്ല പോകേണ്ടത്, 11, 12 അങ്ങനെ കയറി പോവുകയാണ് വേണ്ടത്. അതുപോലെ മോഡ് ഓഫ് പാഷൻ ഇഗ്നോറൻസ് പാഷനിലേക്കും പാഷനിൽ നിന്ന് സത്വഗുണത്തിലേക്കും പ്യുവർ ഗുഡ്നെസ്സിലേക്കും അവിടുന്ന് പ്യുവർ മോഡ് ഓഫ് ഗുഡ്നെസ്സിലേക്കാണ് പോകേണ്ടത്. അപ്പൊ അതിനെ നമ്മൾ അതൊന്ന് ഡിഗ്രേഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പിരിച്വലി പ്രോഗ്രസ് ചെയ്യണം. ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് വായിച്ചെടുക്കാം. Explained himself into many for his ever increasing spiritual bliss. Anandambudhi Vardhanam. Expanded himself. And the living entities are parts and parcel of that spiritual bliss. ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസൽ ആണ് നമ്മളെല്ലാം. അദ്ദേഹത്തിന്റെ ആ സ്പിരിച്വൽ ബ്ലിസ്, ആനന്ദം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. They also have partial independence. എങ്ങനെ ഭഗവാൻ ഫ്രീഡം ഉണ്ട്, അതേ ഭഗവാന്റെ അംശങ്ങളായിട്ടുള്ള നമുക്കും ഫ്രീഡം ഉണ്ട്. വെരി വെരി മൈന്യൂട്ട് ഫ്രീഡം. But by misuse of their independence, when the service attitude is transformed into the prosperity for sense enjoyment, they come under the sway of lust. നമ്മളുടെ സ്വന്തം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ കാമത്തിന്റെ അടിമയായി തീരുന്നു. This material creation is created by the Lord to give facility to the conditioned souls to fulfill these lustful propensities, and when completely baffled by prolonged lustful activities, living entities begin to inquire about their real position. അപ്പോൾ ഇത് ഒരു അവസരമാണ് ഭഗവാൻ ഒരുക്കി തന്നിരിക്കുന്ന ഈ ഭൗതിക ലോകം നമ്മളുടെ ഉള്ളിലുള്ള കാമവാസനയെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. അതില് അകപ്പെട്ട് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ആൻഡ് സെന്റർ മായ കിക്ക് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ഇത് നമുക്ക് പറ്റിയതല്ല, ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് പ്ലേസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദെൻ വിൽ ട്രൈ ടു ഇൻക്വയർ അബൌട്ട് ദ റിയൽ നേച്ചർ ഓഫ് അവർ സെൽഫ്. ദെൻ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ആ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരുന്നു. അങ്ങനെ ആ ചോദ്യം മനസ്സിൽ ഉദിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള സത്സംഗിൽ വരുന്നു, ഭഗവത്ഗീത വായിക്കാൻ തുടങ്ങലും, അല്ലേ? നമുക്ക് പ്രശ്നം, വീട്ടിലെ പ്രശ്നം, ഓഫീസിലെ പ്രശ്നം, പൈസയുടെ പ്രശ്നം, കുട്ടികളുടെ പ്രശ്നം, റിലേഷൻഷിപ്പ് പ്രശ്നം, എല്ലാം പ്രശ്നം വരുമ്പോൾ മടുത്തു, എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു, അല്ലേ? എവിടെ പോയാലും പ്രശ്നം. അപ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്നൊരു കര കയറുള്ള എന്താണ് മാർഗം? ഭഗവാന്റെ കൃപ കൊണ്ട് നല്ല ഡിവോട്ടീസ് ആയിട്ട് നമ്മൾ സമ്പർക്കത്തിൽ വരുന്നു, ഭഗവത്ഗീത കിട്ടുന്നു, വായിക്കുന്നു, തത്വങ്ങൾ മനസ്സിലാക്കുന്നു, പിന്നെ നമ്മൾ ഡിവോട്ടി ആയിട്ട് ജീവിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഡിവോട്ടി ആയിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് ഈ ജന്മത്തിൽ തന്നെ കരകയറാൻ പറ്റും. അതാണ് പറയുന്നത്, ലിവിങ് എൻറ്റിറ്റീസ് ബിഗിൻ ടു ഇൻക്വയർ അബൌട്ട് ദ റിയൽ പൊസിഷൻ. അപ്പോഴാണ് നമുക്ക് അറിയുള്ളൂ. അതുവരെ നമ്മൾ മായാലോകത്തിൽ, ഇല്യൂഷനിൽ ജീവിക്കുന്നത്. ദിസ് ഇൻക്വയറി ഈസ് ദ ബിഗിനിങ് ഓഫ് ദ വേദാന്ത സൂത്ര. അതുകൊണ്ടാണ് വേദാന്ത സൂത്രത്തിലെ ആദ്യത്തെ ആ അഫോറിസം തന്നെ പറയുന്നത് അഥാഥോ ബ്രഹ്മജിജ്ഞാസ. അഥാഥോ നൗ ലെറ്റ് മീ എൻക്വയർ about the supreme absolute truth.
കാരണം ഈ മനുഷ്യജന്മത്തിലെ നമുക്ക് എൻക്വയറി പവറുള്ളൂ. ഞാൻ എന്തുകൊണ്ടാണ് സഫർ ചെയ്യാൻ വരുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് കറുത്തിട്ട്, ഞാൻ എന്തുകൊണ്ടാണ് പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച്, എനിക്ക് എന്തുകൊണ്ട് പണമില്ല, എനിക്കെന്തുകൊണ്ട് സൗന്ദര്യമില്ല, എനിക്കെന്തുകൊണ്ട് ഇൻഫ്ലുവൻസ് ഇല്ല, ഇതൊക്കെ ചോദിക്കാം. മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് ഉണ്ട്, അപ്പൊ ഇതെന്താ കാരണം? അപ്പൊ ഈ എൻക്വയറി എവിടെയാണ് തുടങ്ങുന്നത്? ശരിക്കുള്ള എൻക്വയറി ഇവിടെയാണ് തുടങ്ങുന്നത്. ആൻഡ് ദ സുപ്രീം ഈസ് ഡിഫൈൻഡ് ഇൻ ശ്രീമദ് ഭാഗവതം ആസ് ജന്മാദി അസ്യ യഥോ അന്വയാത് ഇതരദശ. ജന്മാദി അസ്യ യഥോ അന്വയാത് ഇതരദശ. അതായത് the origin of everything is the supreme Brahman. Janmadi. Adana supreme Brahman. Therefore, the origin of lust is also the supreme. Adam Bhagwan Nana. If therefore lust is transformed into love for the supreme, or transformed into Krishna consciousness, or in other words, desiring everything for Krishna, then both lust and wrath can be spiritualized. Upon the Amanda lustine spiritualizes the love. ആൻഡ് അപ്പോൾ ആ ലവ് നമ്മൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സമയത്ത് എല്ലാ പ്രശ്നങ്ങളും അവിടെ. പിന്നെ റാത്ത്, ദേഷ്യം നമുക്ക് വേണ്ടിയിട്ടല്ല, ഭഗവാനോ അല്ലെങ്കിൽ ഭഗവാന്റെ ഡിവോട്ടീസിന് വേണ്ടിയിട്ട് നമ്മളുടെ ആ ദേഷ്യത്തിന് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഉദാഹരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹനുമാൻ the great servitor of Lord Rama exhibited his wrath by burning the golden city of Ravana. അപ്പൊ ഹനുമാൻ തൻ്റെ ആ ദേഷ്യത്തിന് എങ്ങനെയാണ് ഭഗവാന്റെ സേവനത്തിൽ നിയുക്തമാക്കിയത്? ലങ്കയെ ദഹിപ്പിച്ചിട്ട് അഗ്നി കൊണ്ട്, അല്ലെ? സ്വന്തം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടില്ല, ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് തൻ്റെ ദേഷ്യത്തിന് ഉപയോഗിച്ചു. ബട്ട് ബൈ ഡൂയിങ് സോ ഹി ബിക്കേം ദ ഗ്രേറ്റസ്റ്റ് ഡിവോട്ടി ഓഫ് ദ ലോർഡ്. ഇപ്പോ ആ ദേഷ്യം ഭഗവാന്റെ സേവനത്തിൽ അനുഷ്ഠിച്ചപ്പോ ഹനുമാൻ ഒരു ശുദ്ധ ഭക്തനായിട്ട് മാറി. Here also in the Bhagavad Gita, the Lord induces Arjuna to engage his wrath upon his enemies for the satisfaction Lord. അപ്പൊ ഇവിടെ ഭഗവാൻ അർജുനോട് പറയുന്നത് തൻ്റെ ആ ദേഷ്യം എന്തിനാണ് ഉപയോഗിക്കേണ്ടത്? തൻ്റെ ശത്രുക്കളെ. ധർമ്മയുദ്ധമാണ് അവിടെ ചെയ്യാൻ പോകുന്നത്. അവര് അധർമ്മത്താണ് നിൽക്കുന്നത്. നമ്മൾ ധർമ്മത്തിൽ, ഈ സൈഡ് പാണ്ഡവന്മാരുടെ സൈഡ് ധർമ്മമാണ്. അപ്പൊ അധർമ്മത്തിനെ നശിപ്പിക്കാനാണ് ദേഷ്യത്തിന് ഉപയോഗിക്കേണ്ടത്, അല്ലാണ്ട് സ്വന്തം ഇന്ദ്രിയ തൃപ്തിക്ക് അല്ല എന്ന് ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുക്കുകയാണ്. Therefore, lust and wrath, when they are employed in Krishna consciousness, become our friends instead of our enemies. അപ്പോ ഈ ലസ്റ്റും ഈ കാമവും ഈ ദേഷ്യവും ഭഗവാന്റെ സേവനത്തിൽ അനുഷ്ഠിക്കുകയാണെങ്കിൽ അതേ കാര്യങ്ങൾ നമ്മളുടെ ഫ്രണ്ട്സ് ആയിരിക്കും ശത്രുക്കൾക്ക് പകരം. അപ്പൊ നമ്മളുടെ കാമത്തിനെയും അതേപോലെ തന്നെ ദേഷ്യത്തിനെയും ഇതെല്ലാം ഭഗവാന്റെ സേവനത്തിൽ അർപ്പിക്കാൻ, നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്കാവരുത് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി നമ്മൾ അതിനെ എംപ്ലോയ് ചെയ്യുകയാണെങ്കിൽ ദെൻ വിൽ ബി റൂയിൻഡ്. നമ്മൾ ടോട്ടൽ റൂയിൻ ആണ്, നമ്മൾ നശിക്കും. എന്താണ് നശിക്കുന്നത് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു രക്ഷയില്ല കരകയറാൻ. ഈ ഭൗതിക ലോകത്തില് ജന്മം, മൃത്യു, ജരാവ്യാധി ചക്രത്തിലൂടെ നമ്മൾ എത്ര തവണ പോകണം എന്ന് യാതൊരു ഇതുണ്ടാവില്ല. നമ്മളിതിനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ. കൺട്രോൾ എങ്ങനെ ചെയ്യാം? അതേ ലസ്റ്റിനെയും ഏങ്കറിനെയും ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗിക്കാൻ, ഇല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല. ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ ഭൗതിക ഇച്ഛ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നമ്മളിവിടെ കുടുങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അടുത്ത ടെക്സ്റ്റ് 38 അടുത്ത ക്ലാസ്സിൽ നോട്ട് ചെയ്തോളൂ കേട്ടോ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. अनंत कोटि वैष्णव की जय, शिला प्रभुपाद की जय, गुरु महाराज की जय, ताय गो प्रेमानंदी हरि. Okay, so Hare Krishna.